ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം, അതായത് എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഫസ്റ്റിലത്തെ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ടയർ അത്യാവശ്യം പുതിയ ടയർ കിടക്കണേ. കട്ട ചെയ്താണ്, റീസോൾ ചെയ്താണ് ടയറാണ്, പക്ഷേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നിലവിൽ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ കഴിക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകുന്ന ക്ലീൻ ചെയ്തിട്ടാൽ മതി. ക്ലച്ച് സൈഡ് അഴിക്കുമ്പോൾ ക്ലച്ച് സൈഡിൽ നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്ത സമയത്ത് ഈ ഒരു വീലും ബോസ് ഡ്രൈവ് നമ്മൾ മാറ്റിയിട്ട് വെച്ചായിരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അത് ബാക്കിയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം എമൗണ്ട് വന്നായിരുന്നു. ഇതിപ്പോൾ അപ്പോൾ ഓൾറെഡി ചെറിയൊരു തേയ്മാനത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കതൊരു മാറ്റേണ്ട ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഇത് കൂടി മാറ്റിയിടാം, അതാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ബെൽറ്റൊക്കെ അത്യാവശ്യം നല്ലതാണ്. ക്ലച്ച് ഷൂ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ സർവീസ് ആ എഞ്ചിൻ വർക്കിൻ്റെ അകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടിരുന്നതാണ്. പക്ഷേ നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കിടക്കുന്തോറും ബാക്ക് സൈഡിൽ നിന്ന് ഒരു ജർക്കിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം, കാരണം അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട് കേട്ടോ. ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. ഫ്രണ്ടിലത്തെ ടയറൊക്കെ നല്ല ടയറാണ്, അത്യാവശ്യം നല്ല ഉപയോഗിക്കാനുണ്ട്. പുതിയ ടയർ കിടക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ആയാലും ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതിൽ ഇരിക്കുന്ന ബാറ്ററി. 2021 ബാറ്ററി ഉണ്ടോ ആമറോണിൻ്റെ ബാറ്ററി. നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.9 വരെ കാണിക്കുന്നുണ്ട്. അപ്പം വോൾട്ട് ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.3 വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി അല്പം ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്സ് കാണിക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. 2021 ബാറ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 4 വർഷം കംപ്ലീറ്റ് ആയിട്ട് 5-ാം വർഷമാണ് ഇപ്പോൾ ബാറ്ററിയുടെ ലൈഫ് ടൈം ഇപ്പോൾ നിൽക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഇതൊന്നും ചേഞ്ച് ചെയ്തിട്ടാൽ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടാൽ മതി, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ് എല്ലാം തന്നെ. ലേബർ ചാർജിൽ നമുക്ക് വേരിയേഷൻ ഒന്നും പറ്റില്ല. പിന്നെ നമുക്ക് അതിൻ്റെ മാറ്റേണ്ട പാർട്സുകൾ, ഇപ്പോൾ ജസ്റ്റ് എഞ്ചിൻ ഓയിൽ മാറണം, ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറണം, ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ ക്ലച്ചിനകത്ത് തന്നെ ആ ഒരു വീലും ബുഷും, ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം നമുക്കൊരു 6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.